നെക്സ്റ്റ് സൈഡ് മെനു നമ്മൾ ചൂസ് ചെയ്യുന്നത് പെൻഡിങ് വർക്ക്സ് ആണ്. പെൻഡിങ് വർക്ക്സ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ 2 ടേബിൾസ് ഉണ്ടാവും. ഒന്ന് പെൻഡിങ് വർക്ക്സ് ഫ്രമും ദെൻ അഡ്വാൻസ് കളക്റ്റഡ് പെൻഡിങ് വർക്ക്സും. അതിൽ നമുക്ക് ടോപ്പിൽ തന്നെ ഫ്രമും ടൂവും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ 17-ാം തീയതിയിൽ തൊട്ട് 18-ാം തീയതിയിലെ വരെയുള്ള പെൻഡിങ് വർക്ക്സ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഏത് ഡേറ്റിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ 1-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെയുള്ള പെൻഡിങ് വർക്ക്സ് എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പെൻഡിങ് വർക്ക്സിൽ 2 പെൻഡിങ് വർക്ക്സ് പഴയതുണ്ട്. അത് നമുക്ക് ആഡ് ടുഡേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടുഡേയിലെ ടോക്കൺ പ്രോസസ്സിങ്ങിലോട്ട് ആ പെൻഡിങ് വർക്ക്സിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവിടെ സെലക്ട് യൂസറുണ്ട്. അവിടെ സെലക്ട് യൂസറിൽ നമ്മൾ നമ്മുടെ യൂസേഴ്സിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ യൂസേഴ്സാണ് ഈ വർക്ക്സ് പെൻഡിങ് ആക്കിയേക്കുന്നതെന്ന് നമുക്ക് ലിസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് പെൻഡിങ് വർക്ക്സ് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ പെൻഡിങ് വർക്ക്സും മാർക്ക് ചെയ്യുന്നത് ഇവിടെയായിരിക്കും.